നമസ്കാരം. ഇന്ത്യയുടെ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് തള്ളുക. അവരാരും കൊടും കുറ്റവാളികളല്ല. മോഷണമോ പിടിച്ചുപറിയോ നടത്തിയിട്ടില്ല. അവർ അമേരിക്കയിലേക്ക് പോകാൻ കാലാകാലങ്ങളായി തുടരുന്ന ഒരു രീതി അവലംബിച്ചവരാണ്. അതിൽ ഭൂരിപക്ഷവും വിസ ലഭിച്ചു തന്നെ പോയവരാണ്. കാലാവധി കഴിഞ്ഞും അവിടെ പാർത്ത് സ്ഥിരതാമസക്കാരാകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മുൻ തലമുറയുടെ ആ മാർഗം പിന്തുടരാൻ ശ്രമിച്ചവരാണ് ഏറെ. മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാതാവ് ശ്യാമള ഗോപാലൻ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയ ആളാണ്. ട്രംപിന്റെ ആദ്യ ഭരണത്തിലും കഴിഞ്ഞ ബൈഡൻ കാലത്തുമൊക്കെ അവിടെ താമസിച്ച് ജോലി ചെയ്തു വന്നവരാണ് ഇപ്പോൾ തിരികെ വന്നവർ. അനധികൃതമാണെങ്കിലും അമേരിക്കൻ യാത്ര അവിടെ അറിഞ്ഞു തുടരുന്ന കുടിയേറ്റമായിരുന്നു. ഇങ്ങനെ അനധികൃതമായി പോയവരാണ് അമേരിക്കയിലെ പ്രധാന വർക്ക് ഫോഴ്സ്. ഡൊണാൾഡ് ട്രംപിന് വീരപരിവേഷം ഉണ്ടാക്കാൻ മാത്രം നടത്തിയ ഈ നീക്കത്തിന്റെ ഇരകളാവുകയായിരുന്നു ഇങ്ങനെ തിരികെ എത്തേണ്ടി വന്നവർ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അവർ ഇങ്ങനെ മടങ്ങി വന്നപ്പോൾ കളങ്കമേറ്റത് നമ്മുടെ ആത്മാഭിമാനത്തിനോ? ഇവിടെ കമ്പികെട്ടാനും വാർക്കപ്പണിക്കും വന്നിരുന്നവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി ഇന്ത്യ തെളിഞ്ഞു നിന്ന സമയമാണ്. അങ്ങനെ വന്ന പലരും ഭീകര പ്രവർത്തകരാണെന്ന് വരെയാണ് നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയെ നശിപ്പിക്കാൻ വന്നവരാണെന്ന്. ഒരു വിമാനത്തിൽ കൊള്ളാവുന്ന 104 പേർ മാത്രമാണ് മടങ്ങി വന്നത്. ഇനിയും അറസ്റ്റിലുള്ളവർ മാത്രം 20,849 പേരുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരെ കൊണ്ടുപോയത് ഇതേ C-17 വിമാനത്തിലായിരുന്നു. 100 പേർക്ക് സീറ്റുള്ള വിമാനത്തിൽ 750 പേരെ വരെ കുത്തി നിറച്ചാണ് കൊണ്ടുപോയത്. ഇനിയുള്ള നാടുകടത്തൽ അങ്ങനെയാകുമോ? അവരിൽ ഭൂരിപക്ഷവും ഈ രാജ്യത്ത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ്. ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളുടെ കുറവാണ് അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ഇത് തല കുനിച്ച് ഏറ്റുവാങ്ങേണ്ട വിഷയമല്ല, തല ഉയർത്തി നേരിടേണ്ട പ്രശ്നമാണ്. മുമ്പും നിരവധി പേർ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. അവരെ ആരെയും സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതാദ്യമാണ് ഇങ്ങനെ ഒരു സ്ഥിതി. 2000 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ അമേരിക്കയിൽ 3488 ഇന്ത്യക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിനു പുറമെ പല കാലങ്ങളിലായി അമേരിക്കയിൽ എത്തിയവരാണ് ശേഷിക്കുന്ന 20,000-ലേറെ ആളുകൾ. അറസ്റ്റിലായവരിൽ കൂടുതൽ ഇന്ത്യക്കാരല്ല. വെനസ്വേലയിൽ നിന്ന് 41,526, കൊളംബിയയിൽ നിന്ന് 37,817, ഇക്വഡോറിൽ നിന്ന് 25,348, പെറുവിൽ നിന്ന് 14,506, ബ്രസീലിൽ നിന്ന് 9,476 എന്നിങ്ങനെയാണ് ഔദ്യോഗിക സംഖ്യകൾ. ഇതിൽ കൊളംബിയ എന്താണ് ചെയ്തത്? കൊളംബിയയിലോ അമേരിക്കയിലോ വേറെ ക്രിമിനൽ കേസുകൾ ഇല്ലാത്തവരെ തിരികെ കൊണ്ടുവരാൻ സമ്മതിച്ചു. അവർ സ്വന്തം വിമാനം അയച്ച് ആദ്യ ബാച്ചിൽ 200 പേരെ എത്തിച്ചു. നിരവധി വിമാനങ്ങൾ ഇങ്ങനെ സർവീസ് നടത്താൻ തയ്യാറെടുക്കുന്നു. പല കാലങ്ങളിൽ ഇങ്ങനെ ചെന്നുപെട്ടവരെ ഇന്ത്യ സ്വന്തം വിമാനം അയച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ അഭിമാനക്ഷതം ഉണ്ടാകുമായിരുന്നു. ഏതായാലും പൗരന്മാരെ വിമാനത്തിൽ കൊണ്ടുവരുന്നത് കൈവിലങ്ങ് വച്ചാണെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം ആരോപിക്കുന്നു. വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിട്ട ഗോട്ടിമാലയിലെ പൗരന്മാരെ കൊണ്ടുപോകുന്ന ചിത്രത്തിൽ കൈവിലങ്ങ് ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളതിന്റെ എത്രയോ മടങ്ങാണ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർ. യൂറോപ്യന്മാർ 5,55,000 അവിടേക്ക് ഇങ്ങനെ കൈവിലങ്ങ് വെച്ച് ഒരു വിമാനം ഡൊണാൾഡ് ട്രംപ് അയക്കുമോ? അമേരിക്കയുടെ ഔദ്യോഗിക രേഖകളിൽ ശരിക്കുള്ള കുടിയേറ്റക്കാരുടെ ആ സംഖ്യ കാണാം. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ കണക്കനുസരിച്ച് 2,20,000 ഇന്ത്യക്കാരാണ് അവിടെ 2022 ഉള്ളത്. അതിനുശേഷമുള്ള കണക്ക് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. 2018 4,80,000 ഉണ്ടായിരുന്നത് 2022 ആയപ്പോഴേക്കും 55% കുറഞ്ഞു. പിന്നീട് എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് എന്നാണ് US ഫാക്ട്സ് എന്ന സ്വകാര്യ വെബ്സൈറ്റിലെ കണക്ക്. 2024 സെപ്റ്റംബറിൽ, അതായത് 6 മാസം മുമ്പ് വരെ അമേരിക്കയിൽ ഉള്ളത് 2,58,900 ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരാണ്. ഇവരെ മുഴുവൻ തിരികെ കൊണ്ടുവരിക എന്നാൽ അതൊരു ഹിമാലയൻ യജ്ഞമാണ്. അതുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ
അചിന്തനീയവുമാണ്. ഏത് വിധേനയും അമേരിക്കയിൽ എത്തിപ്പെട്ടാൽ തൊഴിലും ജീവിത സൗകര്യങ്ങളും കിട്ടും എന്നതാണ് ഇത്ര പേരെ അവിടെ എത്തിച്ചത്. നാട്ടിൽ നിന്നാൽ ഒരു ഗതിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പുള്ളവരാണ് അടിമ ജോലിക്കാണെങ്കിലും അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. മെക്സിക്കോയിൽ നിന്ന് മാത്രം അമേരിക്കയിലേക്ക് കടന്നത് 22 ദശലക്ഷം ആളുകളാണ്. അമേരിക്കയും ഈ അനധികൃത വരവിന് കണ്ണടച്ചതുകൊണ്ടാണ് ഈ ജനതയ്ക്ക് അവിടെ തുടരാൻ സാധിച്ചത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഒന്നാം തരം മാടമ്പിത്തരമാണ്. അതിനോട് ആ രീതിയിൽ ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അമേരിക്കയുടെ സൈനിക വിമാനം അമൃത്സറിൽ വന്നിറങ്ങി നമ്മുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല മടങ്ങ് ആളുകളെ കൊണ്ടുവരാവുന്ന യാത്രാ വിമാനങ്ങളുണ്ട്. C-17 വിമാനത്തിന്റെ അത്ര പോലും ചെലവില്ലാതെ അയക്കാൻ കഴിയുന്ന നിരവധി വിമാനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെയുണ്ട്. അതിനൊന്നും നിൽക്കാതെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരികയാണ് ട്രംപ്. ആ വിമാനം നമ്മുടെ രാജ്യത്ത് ഇറക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഈ വിഷമസ്ഥിതിക്ക് നയതന്ത്രപരമായ മറുപടി എന്താണ് എന്നാണ് നമ്മുടെ പൗരന്മാർ ഉറ്റുനോക്കുന്നത്. നികുതിയിലും കുടിയേറ്റ വിഷയത്തിലും പരിധികൾ ലംഘിച്ച് ട്രംപ് നടത്തുന്നത് യുദ്ധം തന്നെയാണ്. അതിന് അതേ നിലവാരത്തിലുള്ള മറുപടികളാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.